ഈശോൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ നമുക്ക് വേണ്ടി നേടിത്തന്ന വലിയ രക്ഷ, കുരിശിലൂടെ നേടിത്തന്ന വലിയ രക്ഷയെ നമ്മൾ ഓർക്കേണ്ട വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസമാണ് ദുഃഖവെള്ളിയാഴ്ച. ഈശോ രക്തം ചിന്തി, ഈശോ കുരിശിൻ്റെ വഴി നടന്ന്, ഈശോ മുട്ടടിച്ച് വീണ് എഴുന്നേറ്റ് കുരിശിൽ മൂന്നാണികളിൽ എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയുള്ള സ്നേഹത്താൽ മുറിയപ്പെട്ട് ജീവൻ വെടിഞ്ഞ് വീണ്ടും പുത്തനൊരു പുലരിക്ക് വേണ്ടി നമ്മളെ ഒരുക്കിയ ആ വലിയ ദിവസത്തിൻ്റെ, വലിയ അനുഗ്രഹത്തിൻ്റെ ദിവസത്തിൻ്റെ സ്മരണയിലാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇങ്ങനെ 19-ാമത്തെ അധ്യായത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. കണ്ടു നിന്ന യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്, അവൻ്റെ നെഞ്ചിൽ കുത്തിയപ്പോൾ അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകിയതിനെക്കുറിച്ച്. സ്നേഹിക്കാൻ ഒരാൾക്ക് പറ്റുമെങ്കിൽ നമ്മളിങ്ങനെ നമ്മുടെ സംസാരത്തിലൊക്കെ പറയാറുണ്ട്, ചോരയും നീരും ഒഴുക്കി ഞാൻ സ്നേഹിച്ചു. അങ്ങനെ സ്നേഹിച്ച ഒരാളെ നമ്മളിന്ന് കുരിശിൽ കാണുകയാണ്. കൈ വിരിച്ചു പിടിച്ച് നെഞ്ചു തുറന്ന് രാജാവ് ഒരു കിരീടമണിഞ്ഞ്, ഒരു മുൾക്കിരീടമണിഞ്ഞ്, നിന്നെ ഞാൻ ഇത്രയും സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഈശോ അവിടെ നിൽക്കുകയാണ്. സിയനായിലെ വിശുദ്ധ കാതറിൻ പറഞ്ഞ കാര്യം നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. ഈശോയെ കുരിശിൽ ചേർത്ത് പിടിച്ചത് 3 ആണികളല്ല, എന്നോടുള്ള സ്നേഹമാണെന്ന്. ഇന്ന് ഈ ദുഃഖവെള്ളിയാഴ്ച, സന്തോഷത്തിൻ്റെ ഈ ദിവസം, ആനന്ദത്തിൻ്റെ ഒരു ദിവസം, ഈശോ നമുക്ക് വേണ്ടി നേടിത്തന്ന വലിയ രക്ഷയെ വലിയ സന്തോഷത്തോടെ, നന്ദിയോടെ നമ്മൾ ഓർക്കേണ്ട ഈ ദിവസം ഈശോയുടെ ഹൃദയത്തിലേക്ക് നോക്കണം. ആ ഹൃദയത്തിൽ നിനക്ക് വേണ്ടിയുള്ള ആ കുഞ്ഞ് സ്പേസ് ഒന്ന് കാണണം. വിരിച്ചു പിടിച്ച് ഈശോയുടെ കൈ കാണണം. അത്രയും ഈശോ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയണം. 3 ആണികൾ കയ്യിലും കാലിലും ഉള്ളതും, കാലയിൽ ഉള്ള ആ ആണികൾ 3 കണ്ടിട്ട് തിരിച്ചറിയണം, പ്രഖ്യാപിക്കണം, ഈശോയെ കുരിശെ ചേർത്ത് പിടിച്ചത് എന്നോടുള്ള സ്നേഹമാണ്. ആ കുരിശിൽ ഒരുപക്ഷെ ഈശോ കയറിയത് എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടായിരിക്കാം. അതൊരു ശിക്ഷയായിട്ടല്ല ഈശോ ഏറ്റെടുക്കുന്നത്, എന്നോടുള്ള സ്നേഹമായിട്ട് ഈശോ ഏറ്റെടുക്കുകയാണ്. ആ സ്നേഹം ഈശോ കാണിച്ചെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റൊരു ദുഃഖവെള്ളി പോലെ, മറ്റൊരു വലിയ നോമ്പ് പോലെ ഇത് അവസാനിക്കരുത്. അടുത്ത വർഷം ദുഃഖവെള്ളിയാഴ്ച നമ്മൾ കുരിശിൻ്റെ വഴി നടക്കുമോ? ഇങ്ങനൊരു ദിവസത്തിന് വേണ്ടിയൊക്കെ നമുക്ക് ഒരുങ്ങാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇനി എത്ര ദിവസങ്ങൾ നമ്മളുണ്ടെങ്കിലും അടുത്ത വർഷം ദുഃഖവെള്ളിയാഴ്ച നമ്മൾ ആചരിക്കുന്ന ആ ദിവസം വരെ ഈശോ നേടിത്തന്ന ഈ സ്നേഹം, ഈശോ നേടിത്തന്ന ഈ രക്ഷയ്ക്ക് വില കൊടുത്ത് നിങ്ങൾ ജീവിക്കുക. നമ്മളെല്ലാവരും അങ്ങനെ ജീവിക്കാൻ വേണ്ടി ഒന്ന് പരിശ്രമിക്കണം. പത്രോസ്ലീഹ എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. നമ്മൾ ഈ പഴയ ജീവിത രീതിയിൽ നിന്ന് നമ്മൾ അതിനകത്ത് നിന്നൊക്കെ വീണ്ടെടുക്കപ്പെട്ടത് സ്വർണമോ വെള്ളിയോ കൊടുത്തിട്ടൊന്നുമല്ല, ഒരു കളങ്കം പോലും ഇല്ലാത്ത, ഒരു തെറ്റ് പോലും ഇല്ലാത്ത, ഒരു കുറവ് പോലും ഇല്ലാത്ത കുഞ്ഞാടിൻ്റേത് പോലെയുള്ള രക്തം ചിന്തിയ ഈശോയുടെ ആ ഒരു രക്തം, ആ ഒരു രക്ഷാകര പദ്ധതി, ആ കുരിശുമരണത്തിലൂടെയാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടതെന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഒന്ന് പത്രോസ് 1:18-19. ഇന്ന് ഈ ദുഃഖവെള്ളിയാഴ്ച ദിവസം നമ്മൾ ഓർക്കേണ്ടതാണ്. ഇന്ന് കുരിശിൻ്റെ വഴി നിങ്ങൾ നടക്കുമ്പോൾ ഓർക്കേണ്ടതാണ്, നമ്മൾ ഈ വീണ്ടെടുത്തത് വേറെ സ്വർണവും വെള്ളിയും കാശും കൊടുത്തിട്ടല്ല. എന്നെ വീണ്ടെടുത്ത് റിഡീം ചെയ്തത് അത്ര കളങ്കമില്ലാത്ത, ഒരു തെറ്റ് പോലും ഇല്ലാത്ത ഒരു കുഞ്ഞാടിൻ്റേത് പോലുള്ള ഈശോയുടെ രക്തം ഈശോ തന്നിട്ടാണ് നമ്മളെ സ്നേഹിച്ചതും രക്ഷപ്പെടുത്തിയതും. വീണ ഓരോ തുള്ളിയും, ഒരുപാട് വിശുദ്ധർക്ക് ഈശോ ഇങ്ങനെ ദർശനം കൊടുത്തിട്ടുണ്ട്. ഈശോയുടെ ശരീരത്തിൽ നിന്ന് വീണ രക്തത്തുള്ളികളുടെ എണ്ണം നമുക്കറിയില്ല. എത്ര രക്തത്തുള്ളി ആണേലും അതിലൊരു തുള്ളി രക്തം എൻ്റെ ഈശോയുടെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ്, എനിക്ക് വേണ്ടിയിട്ട്, നിനക്ക് വേണ്ടിയിട്ട്. ആ രക്തത്തിൻ്റെ വില കളയരുത്. വില കൊടുത്തു വാങ്ങിയൊരു ജീവിതമാണ് നമുക്ക് ഇന്ന് ഈ ഗുഡ് ഫ്രൈഡേ ഈശോയ്ക്ക് നന്ദി പറയേണ്ടതും അടുത്ത ഗുഡ് ഫ്രൈഡേ വരെ വിശുദ്ധിയോടെ ജീവിക്കേണ്ടതും ഈ ഒരൊറ്റ ഓർമ്മയിലായിരിക്കണം. ഞാൻ വില കൊടുത്ത് മേടിച്ച ജീവിതമാണ്, ഈശോ വില കൊടുത്ത് മേടിച്ച ഒരു ജീവിതമാണ് എൻ്റേത്. വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണെന്ന് പൗലോസ്ലീഹയൊക്കെ നമുക്ക് ലേഖനങ്ങളിലൂടെ പറഞ്ഞു തരുമ്പോൾ ഇതും കൂടെ ഓർത്തേക്കണം. ആ വില സ്വർണ്ണമല്ല, വെള്ളിയല്ല, ഒരു രാജ്യത്തെയും കറൻസി അല്ല. ഈശോയുടെ തിരുരക്തം, ഒരു കളങ്കം പോലും ഇല്ലാത്ത തിരുരക്തം. ആ രക്തത്താൽ ഈശോ നമ്മളെ പൊതിഞ്ഞു പിടിക്കേണ്ടതുണ്ട്. ആ തിരുരക്തത്തിൻ്റെ ശക്തിയിൽ, വിശുദ്ധിയിൽ മുമ്പോട്ട് പോവുക. കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും അനുഗ്രഹത്തോടെ ഈസ്റ്ററിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. ഈശോയുടെ നാമം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.